ഹലോ ഫ്രണ്ട്സ്, DSP ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പാവാടയും ബ്ലൗസാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ പാവാടയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. പാവാടയും ബ്ലൗസും കട്ടിങ്ങാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് 1 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നടുഭാഗം മടക്കിയിട്ടുള്ള പീസ് ആയതുകൊണ്ട് 1 മീറ്റർ തുണിയെ കൊണ്ട് താഴത്തെ ഭാഗം ബോർഡർ വെച്ചിട്ട് ഇറക്കം മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുക. പാവാടയ്ക്ക് 20 ഇഞ്ചാണ് ഇറക്കമുള്ളത്, അത് മാർക്ക് ചെയ്യുക. ബാൻഡിൻ്റെ ഇറക്കവും കഴിച്ചിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് മാർക്ക് ചെയ്തു. ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാൻഡ് കട്ട് ചെയ്തെടുക്കാം. 10 ഇഞ്ചാണ് ബാൻഡിനുള്ളത്, അത് മാർക്ക് ചെയ്തെടുക്കാം. 2 ഭാഗം മടക്കി ഇടിക്കേണ്ടത് കഴിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് പാവാടയ്ക്ക് ഇത്രയേ കട്ടിങ് ഉള്ളൂ. ഇനി നമുക്ക് ബ്ലൗസ് കട്ടിങ് ചെയ്യാം. ബ്ലൗസിന് 3/4 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്, 75 സെൻറ്റിമീറ്റർ. ഇത് ലെവലാക്കി കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഇറക്കം നോക്കാം. ഇറക്കം 14 ഇഞ്ചാണുള്ളത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയിട്ട് കട്ട് ചെയ്യുക. 16 ഇഞ്ച് കട്ട് ചെയ്യുക. താഴത്തെ ഭാഗം മടക്കിയടിക്കാനുള്ളതും മുകളിലത്തെ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പും കേട്ടോ. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി 4ആയി ഇത് മടക്കി വെക്കുക. പ്രത്യേകമാക്കിയിട്ട് 4ആക്കി മടക്കി വെക്കുക. വണ്ണത്തിനനുസരിച്ച് മടക്കി വെക്കുക. അപ്പം നമുക്ക് ഫസ്റ്റിൽ നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം. ഷോൾഡർ വരുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി ഷോൾഡർ അളവ് ബ്ലൗസിൽ നിന്ന് അളവെടുത്തിട്ട് കട്ട് ചെയ്യുന്നത് 10 ഇഞ്ചാണ്. അത് 5 ഇഞ്ച് മാർക്ക് ചെയ്തു. 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു. നെക്ക് വെടുത്ത് വരുന്നത് 2 ഇഞ്ചാണ്. നെക്കിൻ്റെ ഇറക്കം വരുന്നത് 5 ഇഞ്ചാണ്. അതിവിടെ സ്ക്വയറാക്കി വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ അടയാളപ്പെടുത്താം. ആം ഹോളും 5 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. ഇനി നമുക്ക് കർവ് വരച്ചെടുക്കാം. നമുക്ക് ചെസ്റ്റ് വണ്ണം നോക്കാം. ചെസ്റ്റ് വണ്ണം വരുന്നത് 13 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 6.5 ഇഞ്ച് മാർക്ക് ചെയ്തു. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു. ഇനി നമുക്ക് ഷേപ്പ് വണ്ണം 6 ഇഞ്ചാണ് എടുക്കുന്നത്. അതിന് നമുക്ക് ഷേപ്പാക്കി വരച്ചു കൊടുക്കാം. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നെക്ക് ഡയമണ്ട് നെക്കാണ്, അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്ക് ഭാഗത്തെ നെക്ക് 3 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്, അത് മാർക്ക് ചെയ്തെടുത്തു. ബ്ലൗസ് കട്ടിങ് എളുപ്പത്തിലായി. പാവാടയും ബ്ലൗസും എളുപ്പത്തിൽ കട്ട് ചെയ്യാം. നമുക്ക് ഒരു 5 മിനിറ്റിൻ്റെ ഇത്ര ചെയ്തേ ഉള്ളൂ. മുന്നിലത്തെ ഫ്രണ്ട് ഭാഗം ആം ഹോൾ 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടി കൊടുത്തു. ഇനി സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. സ്ലീവ് പഫ് സ്ലീവാണ്. താഴത്തെ ഭാഗവും മുകളിലത്തെ ഭാഗവും ചുരുക്കി വെക്കുന്നുണ്ട്. 4 ഇഞ്ച് മാത്രമേ ഇറക്കമുള്ളൂ. ഇത് ഫുള്ളും ആ വണ്ണത്തിന് കണക്കായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. 2 ഭാഗവും പഫ് വെക്കാനുള്ളത് കൊണ്ട് ഫുള്ളും എടുക്കുന്നുണ്ട്. ഇത്ര ഭാഗമേ ഉള്ളൂ കേട്ടോ ബ്ലൗസും, പാവാട ബ്ലൗസ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത വീഡിയോയിൽ ഇടും കേട്ടോ.
അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.